അപ്പോൾ പെട്ടെന്നൊരു കവലെ വന്നിട്ട് ഒരു പ്രസംഗം നടത്തുന്നതിൽ നല്ലത് ഒരു പെട്ടിയിൽ നിന്ന് അവരുടെ ചിഹ്നം പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലേക്ക് കൊള്ളും. അത്തരത്തിലൊരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ കൊൽസൻ ചമ്പക്കുളം ഞാൻ ഉൾപ്പെടെ അതിനകത്തൊരു ചർച്ച വന്നു. കലാകാരനെ സംബന്ധിച്ചോളം അങ്ങനെ ചെയ്യുമ്പോൾ എതിർച്ചോളം ഒരു നെഗറ്റീവ് പോയിൻ്റ് അതിനകത്തുണ്ടാകും. കാരണം ഒരാൾക്ക് വേണ്ടി, ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഒരു വാഹനത്തിൽ ചെന്ന് അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു പിണക്കം ഉണ്ടാകും. കാണാം, വലിയൊരു പെട്ടിയുണ്ട്, ചങ്ങലയുണ്ട്. ഇതിൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ആ താക്കോലും കൂടെ നിങ്ങളുടെ കയ്യിൽ തന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഒപ്പിടാം, അല്ലെങ്കിൽ ഈ മറു സൈഡിലും വേണമെങ്കിൽ ഒപ്പിടാം. വേണോ? ഓക്കെ. ആ, പേരെഴുതി ഒപ്പിട്ടോളൂ. ഒരു മറുവശത്തിട്ടണേ, ആ മുകളിലെടുത്തത് അവിടെ പ്രവചനം വരേണ്ടതാണ്. കുറച്ച് സ്ഥലവും നമുക്ക്. ഓക്കെ. മാവേലിക്കര, ആലപ്പുഴ, തിരുവനന്തപുരം, വയനാട് 4 സ്ഥലത്തെ പ്രവചനം ഞാനൊന്ന് എഴുതുകയാണ്. അതിനുശേഷം ഞാൻ ഒരു പ്രവചനം ഇപ്പോൾ എഴുതി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ നിന്നത്. കാരണം നിങ്ങളെ കാണുക അതേ മുദ്ര പേപ്പറിൽ ഇത് ഒട്ടിച്ചു വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ കാണുക ഒരു സ്റ്റേജില്ല, തുറസായ ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് ചെയ്തിരിക്കുന്ന കാര്യമാണ്. കാണാമല്ലോ. ഇനി ഇവിടെ ഒരു അപേക്ഷയുള്ളത് ഇതിന്ന് ഈ പെട്ടിയിലടക്കം ചെയ്ത് ആ പമ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക നമ്മൾ ഈ പെട്ടി കൂട്ടി പമ്പിൽ അവർ നമുക്ക് സമ്മതം തന്നിട്ടുണ്ട്. അവിടെ ഒരു 20 പരസ്യമായിട്ട് തന്നെയാണ് ആ പെട്ടി അവിടെ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന ഭാഗം ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ ഓരോ വ്യക്തികളുടെ പേരുകൾ അപ്പുറത്ത് സ്ഥാപിച്ചിട്ടിരിക്കുന്ന ഒപ്പ്. സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. ഒന്ന് മടക്കി തന്നു, ആരെങ്കിലും മടക്കിട്ടു. ഒന്ന് 4 മണ്ഡലം, ബാക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് അച്ചടിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യമായി നമ്മുടെ മാവേലിക്കര മണ്ഡലമാണ്. അതിലേക്ക് ഞാൻ ഇത് കൃത്യമായിട്ട് കടത്തി വയ്ക്കുകയാണ്. ഓക്കെ. ഒരു കാര്യം പറയുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തരത്തിലും എന്നോട് വിദ്വേഷം ഉണ്ടാകരുത്. കാരണം വിജയവും പരാജയം ഇത് നമുക്കുള്ളതാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ പെട്ടി തുറക്കും. നമുക്ക് ഈ തുണിയിട്ട് ഇത് അരക്ക് ഉപയോഗിച്ച് സെറ്റ് ചെയ്യുകയാണ് സാധനം. തിരിച്ച് അങ്ങോട്ട് ആ വീഡിയോ പെട്ടി ഒന്ന് പൂട്ടിയത്. അവിടെ പ്രവചനം മാവേലിക്കര, ആലപ്പുഴ, അതുപോലെ തിരുവനന്തപുരം, വയനാട്. ഈ പെട്ടി സഹിതം എടുക്കാം. മജീഷ്യൻ അങ്ങോട്ട് വരുന്നില്ല. അവിടെ ഫയർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു തൂണുണ്ട്. അത് ഈ പെട്ടിയിൽ ചങ്ങലയുണ്ട്. ആ ചങ്ങല വലിച്ച് നിങ്ങളൊന്ന് നോക്കുക. പെട്ടി പൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ഒരു താക്കോലുണ്ട്. ഒരു വലിയ പെട്ടിയിൽ അടക്കം ചെയ്ത് ഇപ്പോൾ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് തൂണിൽ ബന്ധിക്കുകയാണ്. അതിന്റെ താക്കോൽ മാധ്യമ സുഹൃത്തുക്കൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഏത് സമയം പെട്രോൾ അടിക്കാനൊക്കെ ചെല്ലുമ്പോൾ ആ പെട്ടി 23-ാം തീയതി വരെ ഉണ്ടോ എന്ന് ദയവായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. ആ പെട്ടി ക്യാമറ നിരീക്ഷണത്തിലാണ്.